Just like me, to miss a good thing. Another night. മഞ്ഞുമലയിൽ റൊട്ടി കഴിക്കുന്ന ബിയറിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. യാക്ക് യാക്ക് ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. yak yak yak. Oh no. हाँ जी भैया जी, क्या करते हैं? फोटो बनता है, फोटो 50 रुपया चार्ज करते हैं उसका. कितना? അപ്പം യാക്ക് നമ്മൾ ഗുൽബർഗ നമ്മൾ ആദ്യം ഈ ലേയിലേക്ക് പോകാൻ വേണ്ടി ഒരു വഴി പോയില്ലേ, അവിടെ നമ്മളൊരു യാക്ക് 2 യാക്കിനെ കണ്ടായിരുന്നു. ഇതിപ്പം വേറെ ഈ യാക്ക് हाँ जी याक है. नाम क्या है नाम? याक याक याक. नहीं. അപ്പം അന്ന് കണ്ട യാക്കിൻ്റെ അത്രയും ഇത് വേറൊരു സൈഡ് പോലൊക്കെ തോന്നുന്നുണ്ട്. എന്താണേലും കൊള്ളാം. ഒരു ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപയാണ്. പക്ഷെ ജീവൻ പണയം വെച്ച് വേണം. അതൊക്കെ ഒരു കുത്തിയാൽ തീർക്കും. എൻ്റെ അമ്മ തണുക്കുകയും ചെയ്യുന്നു. കീടില് സുഹൃത്തുക്കളെ, ഇവിടെ മഞ്ഞ് വീഴ്ചയുണ്ട്. അതിന്റെ മണ്ടക്ക് ചാണകം തൂത്ത് വെക്കുകയാണ് ഗൈസ്. ചാണകം തൂത്ത് വെക്കുകയാണ്. भैया ऊपर जब बैठना नहीं है, बैठना है, ऊपर क्या करना है? बैठना है उसके ऊपर. 50 रुपीज रहता है. हाँ उसको बैठना ഫ്രണ്ട്സ്, നമുക്ക് യാക്കിന്റെ പുറത്ത് തന്നെ കേട്ടത്തില്ല വെയിറ്റ് കൂടുതലാണ്. വെയിറ്റ് കുറവുള്ള ആരുമില്ല. ഞാനുണ്ട്, പക്ഷെ എനിക്ക് കയറാൻ താല്പര്യമില്ല. അവനാ കൊടുത്ത് ഏറ്റവും കുറവ്. അപ്പൊ നമുക്ക് പോവാം മക്കളെ. യാക്കിന് എനിക്ക് ഭാഗ്യമില്ല. ഇവിടെ കുറച്ച് മഞ്ഞുണ്ട്. ഇവിടുത്തെ കുറച്ചേറെ മഞ്ഞുണ്ട്. ഇത് കണ്ട് ഇങ്ങോട്ടൊക്കെ നോക്ക്. പ്രേക്ഷകരെ, യാക്കിനെ അവിടെ എടുത്തോട്ട് നിർത്തി. യാക്കിന് പുറത്ത് ചെറിയ പിള്ളേർക്ക് കയറത്തുള്ളൂ. ഞങ്ങളെ കൂട്ടുള്ള വലിയ പിള്ളേർക്ക് കയറാൻ പറ്റത്തില്ല. നിങ്ങളിത് കാണുന്നുണ്ടോ? അത് വെറും പ്രതിമയാണ്. അത് വെറും ഒറിജിനൽ യാക്ക് ഗൈസ്, ഒറിജിനൽ യാക്ക്. ज्यादा बर्फी है. बर्फी अല്ല ഞാൻ बर्फ ज्यादा बर्फ है. അപ്പോൾ സാമിൻ്റെ കൂട്ടുകാരെ കാണാൻ പോയാണ്. സാമേ, നമ്മുടെ കൂട്ടുകാരെ അന്വേഷിച്ച് വരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല കേട്ടോ.
അപ്പോൾ ഐസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ലേ, ലോഡ് കണക്കിന് കയറ്റി വിടാം. ഇപ്പൊ കണ്ട കൈ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു കരിയിപ്പം. ഇല്ല, ഇവിടുത്തെ മഞ്ഞിന് തണുപ്പ് കുറവാട്ടോ. ആണോ? ഒരു മഞ്ഞായിരിക്കില്ല, വല്ല പൊടിയായിരിക്കും. ഇവിടെയുള്ള വണ്ടിയുടെ മുകളിലെല്ലാം മഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. വണ്ടി ആ കിടക്കുന്ന ഇന്നോവ ഉണ്ടോ? കാറ്റ് പറഞ്ഞു. ആ ഇന്നോടെ മുകളിൽ കിടക്കുന്നുണ്ടോ മഞ്ഞ്? മറ്റേ അവിടുത്തെ മഞ്ഞ് ഭയങ്കര എനിക്ക് മഞ്ഞുമലയായിട്ടാണ് തോന്നുന്നത്. തണുപ്പില്ലാത്ത മഞ്ഞിട്ടോ. ഇത് പിടിച്ചു. ഈ മഞ്ഞിന് തണുപ്പ് കുറവാണ്. നമ്മൾ ഈ ഇവിടെ ഞാൻ പിടിച്ചോക്കട്ടെ. ഇതൊക്കെ എന്താ തണുപ്പ്? ഇതൊന്നുമില്ല, വെറുതെ പഞ്ഞു പോലെ. പിന്നെ ഈ വളി ഇട്ടേക്ക് നോക്കിയ വേറെ ആളെ വരും. ശരിക്കും ഗൈസ് ഇങ്ങനെ കയ്യിൽ കൊടുത്ത് ഇവിടെ നിൽക്കാനുള്ള തണുപ്പേ ഉള്ളൂ ഇവിടെ. ഇതൊക്കെ വേറെ ആഡംബരമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കാല് രണ്ടും കൂട്ടിയിടിക്കുന്നു എന്നിട്ട് അവരുടെ അയ്യോ, അപ്പോൾ ഫ്രണ്ട്സ്, ഹിമാലയൻ നേച്ചർ പാർക്ക്, ഇവിടെ സ്നോ ലെപ്പേർഡ്, ബിയർ, കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുഫ്രിയിലാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഉണ്ടോ ഇല്ലെന്നുള്ള അറിയത്തില്ല. അകത്തേക്ക് കയറി ചോദിക്കാം. ഇവിടെ എന്താണ് കാണാനുള്ളതെന്നുള്ള ആളാണ്. കോമൺ ലെപ്പേർഡ്, ഹിമാലയൻ ബ്ലാക്ക് ബെയർ, ലെപ്പേർഡ് ക്യാറ്റ്, ഹിമാലയൻ ബ്രൗൺ ബിയർ, ഹിമാലയൻ ഥാർ, സംബാർ ഡിയർ, ഗോറൽ, വാക്കിംഗ് ഡിയർ, പിന്നെ ഈ കാണുന്ന കോഴിയുടെയൊക്കെ വെറൈറ്റി കുറേ ടൈപ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് കാണുന്നത്. ഇത്രയും കാണുന്നതിന് 50 രൂപയാണ് ഒരാൾക്ക്. ഉദ്ഘാടനം ചെയ്തത്. ഫുൾ ബോഡി പ്രിന്റഡ് മാർക്ക് കൊള്ളാല്ലേ. ഇപ്പോൾ സൂവിൽ വരുമ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ഉണ്ട്, പിന്നെ പേര് ഇവിടെ എഴുതി കൊടുക്കണം. ഇത്ര പേരുണ്ട്, വിസിറ്റ് ഇത്ര പേരുണ്ട്, പിന്നെ ഒരാൾക്ക് 50 രൂപ, ക്യാമറയ്ക്ക് എക്സ്ട്രാ 50 റുപ്പീസ് എടുക്കും. അപ്പം നമുക്ക് അകത്തേക്ക് പോയി അകത്തെ കാഴ്ചകൾ കാണാം.
ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങളൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. കൊള്ളാം. പിന്നെ അകത്ത് ടോയ്ലറ്റുണ്ട്, ഒരാളകത്തേക്ക് ഓടിയിട്ടുണ്ട്. വെളിയിലാടാ സുഹൃത്ത്. ഓ നോക്കി മഞ്ഞുണ്ട് അവിടെ. വാവ്, അടിപൊളി. നമ്മൾ വേറെ ലോകത്തിലേക്കാണ് ഇപ്പം കയറിയിരിക്കുന്നത് കേട്ടോ. വാവ്, സൂപ്പർ. മഞ്ഞുണ്ടോ? ഫുള്ള് വഴിയിലൊക്കെ സ്നോയാണ് കേട്ടോ. മഞ്ഞല്ല സ്നോയാ. ഫ്രണ്ട്സ്, മാസ്ക് വേണം, അത്യാവശ്യം കേട്ടോ. സൂക്ഷിക്കണം, കാരണം എന്താ പറയുക, എത്ര പറയാ അന്യ നാട്ടല്ല, ഒരു രക്ഷയില്ല, ഒരു വൃത്തിയില്ല. മൂത്രപ്പരപ്പിനെ പെർഫ്യൂം ഷോപ്പിന്റെ മണം കിട്ടുമോ? നിങ്ങൾ പറയൂ. കിട്ടില്ല. ക്ലീനർ ഉണ്ട്. ഇന്ന് തണുപ്പ് കാരണം തലവേദനയായിട്ട് കിടന്നുറങ്ങി. എക്സിറ്റ് 900 മീറ്റർ ഉള്ളൂ. വേഗം എക്സിറ്റിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളേതോ യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു പറഞ്ഞു. ഈ മരത്തിന് മുകളിലൊക്കെ മഞ്ഞ് നിൽക്കുന്നല്ലേ. സുഹൃത്തങ്ങളാ വന്നേക്കേ, അടിപൊളി സംഭവമാണ് കേട്ടോ. ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞത് നല്ലതാണ്. ഒരു രക്ഷയില്ല. ജാക്കറ്റൊക്കെ മടക്കി പെട്ടിക്കകത്ത് വെച്ചു പോയി. നമ്മളെ കളിയാക്കുക, തണുപ്പില്ല പറഞ്ഞു. ജാക്കറ്റ് വേണം. എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂട്. അനിമലെ ഫീഡ് ചെയ്യോ അവരെ പിടിപ്പിക്കുക, 2000 രൂപ ഫൈനുണ്ട്. പിന്നെ സ്റ്റെപ്പ് സൂക്ഷിച്ചിറങ്ങി. സ്റ്റെപ്പ് ഫുൾ ഐസാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ പേരാണ് ഹിമാലയൻ കോറൽ. അപ്പോൾ ഇതിനെ കാണണമെങ്കിൽ ഹിമാലയത്തിൽ തന്നെ വരണം. ഹിമാലയത്തിൽ അഥവാ നിങ്ങൾക്ക് ഷിംലയിൽ വന്നാൽ ഇത് സാധനം കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള സൂയിലില്ല. ഇല്ല. കാരണം ഇതിന് തണുപ്പ് കാലത്തെ തണുപ്പ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല, ഇത് ഹിമാലയത്തിലേ ഉള്ളൂ. ഹിമാലയത്തിലുള്ള പിന്നെ അങ്ങനെ നാട്ടിൽ വരുന്നേ, അതുകൊണ്ടാണ് നാട്ടിൽ കാണാത്തത്. പക്ഷേ ഇതുണ്ടോ, സ്ഥലം കണ്ടോ, ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. സത്യമായിട്ടും നമ്മൾ യൂറോപ്യൻ രാജ്യത്തൊന്നും പോകണ്ട, നമ്മുടെ ഇന്ത്യ വന്നത്. ഈ ലേ ലഡാക്ക്, മണാലി, കുളു, ഷിംല ഇതൊക്കെ വന്ന് എന്തോ ഫീലാണെന്നറിയാം. അടിപൊളിയാ. സത്യം പറഞ്ഞ സുന്ദരമായിരുന്നു. നമ്മളോർത്ത് ഇതൊക്കെ കാണാൻ അങ്ങ് വെളിയിലായിട്ട് പോകണം അല്ലേ? അതെ അതെ, അവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം മാരാദേശ്. കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് ടിയർ ഉണ്ട്. നമ്മൾ പണ്ട് കണ്ടായിരുന്നല്ലോ ഇതിനെ. നമ്മുടെ നോഹാസ് ട്രീ ഹൗസിലുണ്ട് കേട്ടോ, കേരളത്തിലെ വണ്ടിപ്പെരിയാറിൽ. ഇപ്പോൾ വണ്ടിപ്പെരിയാർ വീഡിയോ കാണാത്തൊരു ബാക്കിലേക്ക് ഒന്ന് പോയി വീഡിയോസ് നോക്കുക. നോഹാസ് ട്രീ ഹൗസ് ഉണ്ട്, അവിടെ പോകാമെങ്കിൽ നമുക്ക് ഈ പാർക്കിംഗ് ടിയറെ കാണാം. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. എൻ്റെ അമ്മോ ഫ്രണ്ട്സ്, കിടിലൻ ഒരു സാധനം, അടിപൊളി. വാവ്, സൂപ്പർ കിടുവാണ് കേട്ടോ. അവൻ്റെ ആ നിപ്പൊക്കെ കണ്ടോ, എന്നാ ലുക്കാന്ന് നോക്കി.
ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നുണ്ടോ? പോസിങ് അടിപൊളി. ആ കരുത്തേരെ രോമൊക്കെ ഉണ്ടോ? അടിപൊളിയാണേ. അപ്പോൾ ഗൈസ് നോക്കിയേ, ഈ സ്ഥലമൊക്കെ താഴോട്ട് നോക്കിയേ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ സൂപ്പർ സ്ഥലമാണ്. പിന്നെ തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഫുള്ള് ബർഫാണ്, മഞ്ഞാണ്. നമ്മളിപ്പോൾ ഹിന്ദി രാജ്യത്തായതുകൊണ്ടാണ് കുറച്ച് ഹിന്ദി സംസാരിക്കുന്നത് കേട്ടോ, ജാട കൊണ്ടല്ല. ഇവിടെ എല്ലാം മാനുണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്തൊക്കെ അവിടെ ഇവിടെ മാനൊക്കെ നിൽപ്പുണ്ട്. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പം ഷിംല വന്നാൽ കുർഫി വന്നാൽ ഹിമാലയൻ നേച്ചർ പാർക്കിലൊന്ന് കയറുക. സൂപ്പറാണ്. മഞ്ഞിനകത്തൊരു സൂവിൽ ആദ്യമായിട്ടാണ് കയറുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം. ഒരുപാട് സൂവിലുണ്ട്, പക്ഷെ മഞ്ഞിനകത്ത് സൂവിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഹലോ ഗൈസ്, സബ്സ്ക്രൈബ് വേണം കേട്ടോ. ഗൈസ് പണി പാളി, ഒരു രക്ഷയില്ല ഗൈസ്. കൈ ഓടിപ്പോട്ട് വെച്ച് കുറച്ച് ചുവന്ന് പണ്ടാതെ തുടങ്ങി. അയ്യോ, മുണ്ടെടുത്തോണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ കേട്ടില്ല. തണുത്തിട്ട് വയ്യ കേട്ടോ. എന്താ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? വാക്ക് പാലിച്ചു. ഇനി ഞാൻ ബാക്കി മണ്ടക്കിയല്ലോ, രണ്ടാമത് നടക്കില്ല. സ്ഥലം കണ്ടു, ഒരു രക്ഷയില്ല. മഞ്ഞ് വീണിട്ട് അണ്ണന് ഫുഡ് കൊടുക്കുന്നുണ്ടോ? എന്നെ പേര് വിളിച്ചത് പോകുന്നുണ്ടോ? അതിൻ്റെ ഫുഡുമായിട്ട് പോവാണ്. വാ കണ്ടോ, ഇത്ര അനുസരണമുള്ള മൃഗങ്ങൾ. വാ സൂപ്പർ. ഒരു സൂപ്പർ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി ഗൈസ്, സൂപ്പർ. കുഞ്ഞൊരു സാധനം കണ്ടോ? സൗണ്ടൊക്കെ കേട്ടോ. അങ്ങനെ അതുങ്ങളുടെ ഫീലിയൊന്നും കാണാൻ സാധിച്ചു.
ഇനിയിപ്പോൾ നമ്മൾ ബ്രൗൺ ബിയറിനെയാണ് കാണാൻ പോകുന്നത്. ബ്രൗൺ ബിയർ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. ഓ വഴിയൊക്കെ മഞ്ഞ കേട്ടോ. ഹിമാലയൻ താർ. എനിക്ക് അതെല്ലാം ചെറിയ മാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഏത് നിമിഷവും പുലിയും കരടിയൊക്കെ ചാടി വീഴാം. ശ്രദ്ധിച്ചു പോകും. മഞ്ഞിറക്കി പൊഴിയുന്നുണ്ട് കണ്ടോ. മഞ്ഞ് വീണ വഴികളിലൂടെ ഇതാ ഞങ്ങൾ എത്തുകയായി. വീട്ടിലൊക്കെ മഞ്ഞുണ്ടോ. എന്താ രസമുള്ള സ്ഥലമാണ് ഫ്രണ്ട്സ്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ടോ നോക്കാം. അപ്പോൾ ഹിമാലയൻ ബ്ലാക്ക് ബിയർ 50 മീറ്റർ, കോമൺ ലെപ്പോർഡ് 60 മീറ്റർ, ഹിമാലയൻ ബ്രൗൺ ബിയർ 180 മീറ്റേഴ്സ്. എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. എക്സിറ്റ് 230 മീറ്റേഴ്സ്. കാർണിവോർ സെക്ഷൻ. ഇവിടെ നോക്കൂ. തണുപ്പാണെങ്കിൽ പുലി ചൂട് കൊള്ളാൻ പോയോ. ഈ മരത്തേലെല്ലാം ഉണ്ടെന്ന് നിൽക്കണല്ലോ ലെപ്പേർഡ്. ഗൈസ്, ഇത് പുലിയുടെയാണോ കരടിയുടെ കൂടാന്ന് തോന്നുന്നു. പക്ഷെ അതിന് ഇത് ആടാനൊരു ഇതൊക്കെ ഉണ്ടല്ലോ, തൊട്ടിലൊക്കെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്തുണ്ട്. അല്ല താഴെയല്ലോ ഒച്ചേട്ടാ. താഴെ നിന്നൊരു മുഴങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ മരത്തിന് മുകളിൽ കൂടെ കയറി വരാനാ മതി. ഇതിൻ്റെ അടിയിലുണ്ട്. അങ്ങനെ നിൽക്കുന്നതിൻ്റെ അടിയിലുണ്ട്. ശരിയാണോ വിളിക്കുന്നത്? കടിമനെ സാമച്ചൻ വന്നോ? ഇവിടെ എല്ലാം കണ്ടോ തന്നെ കിടക്ക്. ഇതിൻ്റെ അകത്തോടാണ് നമ്മുടെ സാഹസിക യാത്രകൾ. എന്നാലും ബെയർ കൂട്ടിനകത്ത് കയറിയിരിക്കുക. ഗൈസ്, കരടി കണ്ടോ? ഉള്ളിൽ കണ്ടോ? തൊട്ട് എന്തുകൊണ്ട് കരടി കണ്ടോ? കരടി കിടക്കാൻ വേണ്ടി കച്ചിട്ടുണ്ടോ? കൈ കണ്ടോ? വലിയ കരടിയാ. ഹിമാലയൻ ബാങ്കുയ്യ. അപ്പം നമ്മുടെ കരടിക്ക് ആടാൻ ഊഞ്ഞാലൊരു കണ്ടോ? അടിപൊളി. അതിന് ഏറുമാടം വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്ത് സുഖമാണ്.
ഇവനെ പേര് വിളിച്ചപ്പോൾ കിടക്കായിരുന്നു കേട്ടോ. ഇവിടുത്തെ ജോലിക്കാർ പേര് വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ആക്റ്റീവായതാണ്. അത് മൃഗത്തിൻ്റെ ഒരു സ്നേഹം കണ്ടോ, അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭയങ്കര സ്നേഹമാണ്. എന്നാ സാധന. നിങ്ങളൊക്കെ ദുബായിലൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ടോ? ഹലോ, ഉലാത്തകയാണ് അങ്ങോട്ടും ഇങ്ങോട്ട്. എന്തിനാണ് നീ ഉലാത്ത? പറയൂ, എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ് ധർമ്മസകടം ബോധിപ്പിക്കുക? വാവ്, എന്നാ വലിയ ബിയറാ. വാവ്, സൂപ്പർ, അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടോ? റൊട്ടിയാണോ കൊടുക്കുന്നത്? ബിയർ റൊട്ടി കഴിക്കുമോ? പിസ്സ പിസ്സ. അവിടെ കണ്ട് പുലി ഒന്ന് കടിയിടുന്നതാണ് സൗണ്ട്. എപ്പോഴും അടിയാണല്ലേ. കുഞ്ഞാലയുടെ മൂന്നുണ്ടോ? തൊട്ട് കഴിക്കുന്ന ബിയറിനെ കണ്ടിട്ടുണ്ടോ? ഗ്ലൗസ് കിട്ടണ്ടോ കേട്ടോ മഞ്ഞ പിടിക്കാൻ? മഞ്ഞ് പൊയ്യുന്നുണ്ടോ? നല്ല വ്യൂ അല്ലേ? ഇതുകൊണ്ട് ഒരു ഹിമാലയൻ കറുതിനെ കണ്ടോ? നീണ്ട കഴിക്കുന്നില്ല. ഇതൊന്ന് എറിഞ്ഞു നോക്കട്ടെ. ഹിമാലയൻ കുരങ്ങനെ കണ്ടിട്ടുണ്ട്. ഹിമാലയൻ മഞ്ഞുമലയിൽ താമസിക്കുന്ന പ്രത്യേക പക്ഷികളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പേര് വെസ്റ്റേൺ ട്രാഗോപാൻ എന്നുള്ളതാണ്. നമ്മളെല്ലാ സ്ഥലത്തെയും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്. ചെറു മഞ്ഞ് വീഴുന്നുണ്ടല്ലോ. നല്ല അടിപൊളിയാണ്. ഒരൊക്കെയാ തണുത്തിട്ട് ഇടുക. മഞ്ഞ് പൊടി നടന്നിരിക്കുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് സിൽവർ ക്രസന്റ്. ഇത് എനിക്കൊന്നും എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നത്. എല്ലാവരും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്.
ചീഫ് പെസൻറ്റ് നോക്കി തണുപ്പത് തണുപ്പ് കുറച്ചിരിക്കുന്നുണ്ട്. തണുപ്പ് കുറച്ചില്ല, നമ്മളെ കുറയ്ക്കുന്നു. ചീഫ് പെസൻ്റാണ്. ഇതാണ് നമ്മൾ കരുതിയിട്ടുണ്ട്. ഇരുട്ടാണ്ട് കാണാൻ ബുദ്ധിമുട്ട്. പിച്ച് പെസൻറ്റ് അത് മുകളിൽ കരുതിക്കുക. ഇട്ടാണ്ട് കിട്ടാൻ തോന്നുന്നില്ല. ഒരുമാതിരി മയിലിൻ്റെ കൂട്ടൊക്കെ ഉണ്ട് സംഭവം. ഇരുട്ടാണ്, കാണാൻ നെല്ലി നിൽക്കുകയാണ്. ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ, ഷോടിപ്പോയി. ഇപ്പോൾ പേർഷ്യൻ ക്യാറ്റ് പോലൊക്കെ ഇരിക്കുന്നുണ്ട് സംഭവം. എന്താ രസം. ലെപ്പോർഡ് ക്യാറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ പേർഷ്യൻ ക്യാറ്റ് കൊണ്ടു ഇരിക്കും. ലെപ്പോർഡ് ക്യാറ്റ് നോക്കി, ലെപ്പോർഡിന് അതേ ഷേപ്പാണ്, പക്ഷെ ക്യാറ്റാണ്. വാ, വലിയൊരു ഈഗിളുണ്ടോ. രണ്ടെണ്ണോ. ഹിമാലയൻ വൾച്ചർ. ഹിമാലയൻ വൾച്ചർ കേട്ടോ. സയന്റിഫിക് നെയിം ജീപ്പ് ഹിമാലയൻ. ഹിമാലയൻ വൾച്ചർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് സംഭവം. എന്താ ഹൈറ്റാണെന്നറിയാം, എന്താ സൈസാ. 3 എണ്ണമുണ്ട്. ചിറക് കൊടുത്തിപ്പോൾ ഉണ്ട് എൻ്റെ സംഭവം കണ്ടോ. എല്ലാ ഇറച്ചി ഇട്ട് കൊടുത്തിരിക്കും ഞാൻ കഴിക്കാൻ. എന്നാ ചെറുക സാധനത്തിന്. ലെപ്പോർഡ് ക്യാറ്റ് ഫുഡ് കഴിക്കാൻ വന്നു, പക്ഷെ നമ്മളെ കണ്ടത് ഇപ്പോൾ ഓടും. കാണും ലെപ്പോർഡ് ക്യാറ്റ്. അപ്പോൾ സാധനം ഭയങ്കര പേടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷിംലയിലെ ഹിമാലയൻ എന്താ പറയുക സൂവിൽ, ഹിമാലയൻ നേച്ചർ സൂവിൽ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. Thank you for watching Sanchari Travel World Fuel Pod by State Group of Institutions Bangalore. അപ്പോൾ നേഴ്സിംഗ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ സ്റ്റേറ്റ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. എന്തെങ്കിലും ആവശ്യമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, സംസാരിക്കാൻ വയ്യ, ഫുള്ള് മഞ്ഞ് ചെയ്ത് മുഖമെല്ലാം വല്ലാതിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ.